നേരെ കൊണ്ടുപോകും. ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നത് അവരങ്ങോട്ട് കൊണ്ടുവരും. ഇതിന് റീമാച്ച് എന്നാ പറയണേ? നിങ്ങൾ 5 പേര് പിന്നെ മറ്റേ നീഗൻ കണക്ഷൻ ടൈം ഔട്ട് ആയി പോയതിനെ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടായത്. നിന്റെ തലയിലാണ് നിന്റെ കേസ തലയിലേ നീ. കാരണം നീ ലിസ്റ്റിലില്ല. ചന്ദ്രന്റെ പേരില നീ. നിനക്ക് കളിക്കാൻ പറ്റില്ല. ചന്ദ്രന് മാത്രം നീ ആഡ് ചെയ്തിട്ട് നീ ലിസ്റ്റിലില്ല. ചന്ദ്രന്റെ തലക്ക് പറയാൻ മടി കിട്ടും. ചന്ദ്രൻ ഏസിട്ട് പുറത്ത് പോയി ഞാൻ കയറിക്കോളാം. ചന്ദ്രൻ നൈസിൽ പുറത്തെ ഞാൻ ജയിപ്പിച്ചരാ. അങ്ങനെ കളിക്കാൻ പറ്റൂല. അങ്ങനെ പറ്റൂല. ഞാൻ ചന്ദ്രൻ ഒരു കാര്യം ഇങ്ങോട്ട് വന്നേ. പിന്നെ മറ്റേ ഇപ്പൊ നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. കളിന്റെ അടക്ക് ഹീൽ അടിക്കല്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. കളിന്റെ അടക്ക് ഹീൽ അടിക്കല്. നേരെ കൊണ്ടുപോകും. ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നത് അവരങ്ങോട്ട് കൊണ്ടുവരും. ഡെലൂലു ഓൾറെഡി ഫസ്റ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് തേർഡിന് വേണ്ടിട്ടാണ്. മാക്സിമം കില്ലെടുക്കാൻ നോക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അടിയെന്ന് തോന്നുന്നു. ഫസ്റ്റ് ആര് പറഞ്ഞേ? അവിടെ അഡ്മിൻ പറഞ്ഞ് അപ്പുക്കുട്ടൻ പറഞ്ഞ്. അപ്പൊ ഇത് സെക്കൻഡിന് വേണ്ടിട്ടാണോ? ഓക്കെ നിങ്ങളെല്ലാം കരിഞ്ഞു എന്ത് ചെയ്യാൻ? അല്ല ഞാൻ കത്തിപ്പോയതാണ് പറഞ്ഞിട്ടോ. അതുകൊണ്ടാണ് ബ്രോ വിളിച്ചിട്ട് സെക്കൻഡിന് വേണ്ടിയുള്ള മത്സരം നടത്തുന്നത്. അല്ല നമുക്ക് അവൻ ഫസ്റ്റ് എടുത്തിട്ട് എക്സ്ക്ലറേറ്റ് അപ്പൊ ബ്രോ ഞാൻ കത്തി മരിച്ചതല്ല. ഞാൻ കണക്ഷൻ ലോസ്റ്റ് ആയതാണ്. കണക്ഷൻ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഫൈറ്റ് അവിടെ നടന്നു. അപ്പൊ അതിനകത്തൊന്നും ബ്രോ ഇല്ലായിരുന്നല്ലോ. അല്ല ഞാൻ എന്റെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള POV ഉണ്ട്. കാരണം എന്റെ ഫ്രണ്ടിലാണ്. ഫെയർ അല്ല, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നൊക്കെ ഇപ്പൊ ഓൻ ഫസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഓക്കെ അത് ഇതാക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ വേറൊരാൾ ഇങ്ങനെ കണക്ഷൻ കട്ടായി പോയിട്ട് ലാസ്റ്റ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ബ്രോ. അത് ഫെയർ ആയിട്ടല്ല ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോ, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ട് സെക്കൻഡിന് വേണ്ടിയുള്ള ഫൈറ്റ് ഇപ്പൊ നടത്തുന്നത്. ഫസ്റ്റ് ഉള്ള ഫൈറ്റ് ഓൾറെഡി കൊടുത്തു ബ്രോ. നമ്മളവിടെ നമ്മള് കില്ലെടുക്കാണ്ട് ഒളിച്ചു നടക്കണേ കുഴപ്പമില്ല. എനിക്ക് അവിടെ ടോപ്പ് കില്ലും ഉണ്ട്. നോക്കി കാണാലോ. ഞാൻ ഫൈറ്റ് എടുക്കാണ്ട് മാറിയിരിക്കുന്ന ആളല്ല. എനിക്കൊരു 5-6 കില്ലുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രനും കില്ലുണ്ട് ആക്ച്വലി. നാരദന് നല്ല കില്ലുണ്ട്. എവന് 6 കില്ല് ഉണ്ട്. എവന് ഫൈറ്റ് എടുത്തോണ്ടിരുന്നത്. എവൻ ഒളിച്ചല്ല. അതാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡയറക്റ്റ്, സത്യം പറഞ്ഞ സെക്കൻഡ് വന്നത് മുച്ചറിയാണ്. മുച്ചറിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നീഗന് വേണമെങ്കിൽ സെക്കൻഡ് എടുത്തോ. കഴിഞ്ഞു. അല്ല അങ്ങനെയല്ലേ, ഫസ്റ്റ് ആയിട്ടൊന്ന് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല ഫസ്റ്റ് ഞാൻ പറയട്ടെ. ഇപ്പൊ സെക്കൻഡിന് വേണ്ടിട്ട് നിങ്ങൾ എന്തായാലും മത്സരം നടത്തണം. സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തന്നെ സംസാരിച്ചു ആരെങ്കിലും ഒരാൾക്ക്. ഞാൻ പറയട്ടെ, ആ ഡെലൂലിന് എത്ര കില്ലുണ്ടെന്ന് അറിയാമോ? 3 കില്ലേ ഉള്ളവന്. അവൻ പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവൻ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇവന് ഫൈറ്റ് എടുത്തോണ്ടിരുന്നൊരു ആളാണ്. അവൻ അവിടെ പർപ്പസിൽ പോയതല്ലേ. ഇവൻ സംസാരിക്കുന്ന ഈ കളിക്കുന്നതിന്റെ ഇടയിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതെന്താ അനങ്ങണ്ടിക്കണ കത്തിയടാ അനങ്ങണ്ടിക്കണെന്ന് പറഞ്ഞ്. ഇല്ല അത് പറഞ്ഞല്ല. ഫെയർ ആണോ അല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്തേ. എന്നാ ഡെലൂലു നീഗനോട്ട് അടിക്കട്ടെ. ഇല്ല സെക്കൻഡ് ഇവനല്ലേ മുച്ചിരിയല്ലേ, അവനായിട്ട് അടിച്ചോട്ടെ. അല്ല മുച്ച അങ്ങനല്ല. ഇപ്പൊ നീ അതല്ല അങ്ങനല്ലല്ലടാ. നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം. എന്താ കഴിഞ്ഞല്ലോ അതിനേക്കാളും ഡെലിവറി ഓനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചാ പോരെ. ഹലോ ഹലോ ചന്ദ്ര എവിടെ? ഇങ്ങനകത്ത് വാ. ഞാനാ ഡെലൂലു. അല്ലല്ല ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഈ ഇതിന്റെ അകത്താ.
മറ്റേ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു ഇവര് പറയുന്നതെന്ന് പറഞ്ഞാ ഇത് സെക്കൻഡ് ആയിട്ടുള്ള അടിയെന്നാ പറയുന്നത്. അതന്നെയാണ് സബ് ഗുരുവിന്റെ അടുത്ത് വെച്ചപ്പോഴും പറയണേ. ഞാൻ നോക്കട്ടെ, ചോദിച്ചോട്ടെ എന്താ അവര് കൊടുക്കുന്നത്. അതാണ് ഡിസിഷൻ. സമയമില്ല, വേഗം നോക്ക്. ഒന്ന് വേഗം കൊണ്ടിട്ട് വന്നോ, വേഗം ഫാസ്റ്റ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന്. ഞാൻ താഴെയാണ് ഹീലിംഗ് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഹീൽ യൂസ് ചെയ്യാൻ പിന്നെ ഹീലിംഗ് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ. നമുക്ക് ചുമ്മാ പോയി. എല്ലാരും POV റെക്കോർഡ് ചെയ്യണം. എല്ലാരും POV റെക്കോർഡ് ചെയ്തോ, എന്നിട്ട് സ്റ്റാർട്ട് റെക്കോർഡ് ചെയ്യും എല്ലാരും. POV റെക്കോർഡ് ചെയ്യുന്ന ഇപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്ത് ടൈം എടുക്കും. ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ 6 പേരുടെ ലിസ്റ്റ് നമ്മൾ ലൈക്ക് ഡെഡ് ആവുന്ന വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. റിസൾട്ട് വിടും. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ റിസൾട്ട് അനൗൺസ് ചെയ്യും. ഈ സ്കൂള് ഡിവൈഡ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ ആൾക്കാർ ഡൗൺ ആവുന്ന ഇത് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ 3, 2, 1 ഗോ. പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാം. കാക്കാശി അത് പറ്റത്തില്ല, ഗ്ലിച്ച് യൂസും പറ്റത്തില്ല. അത് പറഞ്ഞില്ലായിരുന്നു ആദ്യം, അതുകൊണ്ടാ. ഓക്കെ ഇടിച്ച താഴെ ഇറങ്ങാന്റെ ഇടിച്ചെറിഞ്ഞെന്നെ. ഇവിടെ നടത്താൻ പാടില്ല. അതിന്റെ അകത്ത് എന്തുകൊണ്ടിട്ട് ചന്ദ്ര സത്യം പറയല മൂട് പോയി. എല്ലാ കാര്യം പറയല. ഞാൻ എത്ര നേരം നിന്നോളി. ഞാൻ മടുത്ത്. ഞാൻ ഒന്നാമതൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ലിസ്റ്റിൽ പോലും ഇല്ല. ചിരിച്ചിട്ട് ചന്ദ്ര അന്നെ രണ്ടാളും കൂടി കൊണ്ട് ചന്ദ്ര ഓർ രണ്ടാളും കൂടി. ഞാൻ നോക്കിയപ്പോ ചന്ദ്രനെ ഇടിച്ചിട്ട് മറ്റേ കമ്പിയുടെ എന്നൊക്കെ കറക്കി എറിയുന്നു. എന്നെ നീകനും ചന്ദ്ര എന്തിനാ എന്നെ അടിച്ചേ? അവിടെ എന്റെ പകുതി ലൈഫ് പോയി. നമ്മളൊന്നും നോക്കില്ല, നമ്മള് ചുമ്മാ കടിച്ച്. സത്യം പറയല മൂടേ പോയി. ഉള്ള കാര്യം പറയല. മുമ്പില്ല, ഇനി അവിടെ മിണ്ടാണ്ടേ. നീ ഏതാണ് ലിസ്റ്റിൽ പേരെ കൊടുക്കണം. മുമ്പല്ല കളിക്കാൻ അവരെ മറ്റേ അവര് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ മനസ്സിലായ കാട്ട് കഴിയറി. എനിക്ക് തലേന. അപ്പൊ നിന്റെ കാശ് ഞാൻ മേടിക്കേ. വാങ്ങിച്ചോ. ശരി, ഗുഡ് നൈറ്റ്. വായിരിക്കാം. എല്ലാരും ഓരം പിടിച്ചിട്ട് ഇടിച്ചറിയണ്ടെന്നാ ഫാൽക്കണേ. ചന്ദ്രനെ അടിച്ചില്ലാട്ടാ. ഞാനൊരു പോലേക്ക് ഞാൻ മുത്തിരിഞ്ഞ ഫാൽക്കണെ എടുത്തു. ഹലോ സാഗുരു വെട്ടനാകട്ടെ. സമയം നാളെ തന്നാ മതി. നാളത്തേക്ക് ആക്കിയല്ലടാ ഇത്. അല്ലെങ്കിൽ നമ്മള് എനിക്ക് നാളെ കോളേജിൽ പോണം. ചന്ദ്ര ഇറങ്ങി ഓടിക്കോ. ഒന്ന് പെട്ടെന്ന് ആക്കണ്ട. പൈസ മേടിച്ചിട്ട് പോവാ. ബഹുമാന്യരെ, നമ്മുടെ WWE ചാമ്പ്യൻഷിപ്പിന്റെ അന്തിമ ഘട്ടത്തിലോട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാവർക്കും? ഇല്ല, കേട്ടൂടാ. പരിപാടി ഊമ്പി. ആൾക്കാര് വന്നു, കാണികൾ വന്നു. ട്രോഫി എടുത്തോണ്ട് ഓടിയല്ല. കാണികളൊക്കെ ട്രോഫി സാബ്ഗേരേട്ടന്റെ ഭാര്യ എന്തോ സാധനം തൂക്ക്. ആ അപ്പുകുട്ട ഇതൊന്നും എടുത്തിട്ടെ. ഇത് സാധനം വരവാണോ നോക്കണം. നമുക്ക് തപ്പി നോക്കണം ഇത് സ്വർണ്ണം തന്നെയാണോ. സെക്കൻഡ് നമുക്ക് വേണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് 88 ലാസ്റ്റ് സെക്കൻഡ് ഇടിച്ചെടുത്ത് താഴെ കളഞ്ഞു ബിൽഡിങ്ങിന്റെ. എന്നെ അടുത്ത് താഴെ കളഞ്ഞു ലിസ്റ്റില്ലാത്ത വിഷമത്തിലങ്ങ് പോയി.
ലിസ്റ്റിലില്ല. ആ ലിസ്റ്റിലുണ്ട് താഴെ നിന്ന് മുകളിലോട്ടാണ് എവിടെയാണ് എടാ പാവടാ. ആ ചോട്ടു തുടച്ചൊക്കെ വീട്ടാ ഡെലുലു എവിടെ ഓറി ഇവിടെ ഒന്ന് ചതിച്ചോ. അതെ ഇമോട്ടഡ് ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇമോട്ട് ഇട്ട് അവൻ ഓടിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ പോയനെ നമുക്ക് തന്നെ നോക്കിയ കാര്യം കാണിച്ചാൽ 50 പവന്റെ സ്വർണ്ണ കപ്പ. എന്തുപറ്റി? ഇതെന്താ കണ്ട ഇത് സ്റ്റേജിന് താഴെ കൂടാ. റേഡിയോ മാറി ബോസേട്ടാ, ഇങ്ങോട്ട് വാ. അവിടെ ഫുള്ള് കുഴപ്പോ. എന്താ റേഡിയോ കയറാൻ പറഞ്ഞപ്പോ കൊട്ട വീട്ടിലെ പിള്ളേർ വന്നു നട്ട ഫുള്ള് കുഴപ്പോ. ആര് എന്താ റേഡിയോ 70 അവരെ കയറാൻ പറഞ്ഞ റേഡിയോയില് അഡ്മിനി. എടാ നീയല്ലേ ഡെലുലു, നീയല്ലേ ഇപ്പൊ ചൊറി വിളിച്ചത്? ഇതുവരെ പങ്കെടുത്ത ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ കളക്റ്റില്ലല്ലോ ബ്രോ. ടോക്കിയോടെ മയില് വേറെ ഇത് എടാ മാസ് ഇട്ടതാ ഇത് മാസ് എടാ കാട്ട് കഴിവേറെ മാസ് ഇട്ട റേഡിയോ ഇപ്പൊ കട്ടിയടാ കാട്ട് കഴിവേറ് നിഞ്ചോ നിഞ്ച പൊണ്ണ ഞാൻ നിഞ്ഞ ചന്ദ്ര പെട്ടെന്ന് പരിപാടി ഇറക്കണം. നീലടാ പറഞ്ഞ 70 കട്ടി എടാ എങ്ങോട്ടെന്നെ 70 കട്ടി നീയല്ലേ പറഞ്ഞേ കാര്യം പെട്ടാ അവിടെ മുട്ട സീന അവിടെ മറ്റേ മാസിലെ അവന്മാര് ടോക്കി കണക്ട് ചെയ്തിട്ട് അപരാധിക്കാനാ വിളിച്ചത്. അവന്മാര് വേറെ സീനാ അത്. അപ്പൊ നമ്മളെ പേരൊക്കെ പറഞ്ഞ നമ്മുടെ പേരെന്നല്ല അവന്മാര് വേറെ തമ്മിലുള്ള പ്രശ്നമാടാ. എല്ലാ നിങ്ങളെ പേരൊക്കെ പറഞ്ഞേ. ആരാ എന്റെ പേര് പറഞ്ഞ ഈ റൊയോട്ട ഡെലുലു എന്ന് പറഞ്ഞ എടാ പോടാ നമ്മുടെ അത് വേറെ ഈ ഡെലുലു പാവപ്പെട്ട ഇവന് ആരെന്നൂല വേറെ ഡെലുലു. നീ കേങ്ങാണാ സിറ്റിസണാ കോടിച്ചല്ലോടാ 200 കോടി. അപ്പൊ നമ്മുടെ ഷെയർ എങ്ങനെ സെറ്റാക്കല്ലേ? എടാ നിനക്കൊരു ഫസ്റ്റ് നീ ഫസ്റ്റ് നിനക്ക് നമ്മള് പറഞ്ഞ നമുക്ക് അടിക്കുന്നില്ല നമ്മള് നിനക്ക് ഫസ്റ്റ്. ഞാൻ കാര്യം പറയാടാ അതില് രണ്ടുപേരും ലിസ്റ്റിൽ ഇല്ലാത്ത മനസ്സിലായ അത്ര ഇതല്ല ഫെയറടാ കളിച്ച ശവല് രണ്ടുപേരും ലിസ്റ്റിൽ ഇല്ലാത്തായിരുന്നു. ഇത് സരപ്പാട്ട ചന്ദ്ര ഫെയർ ആയിട്ട് മാത്രമേ പെരുമാറുള്ളൂ. അതാണ് നമ്മള് നീതിക്കാണ്ടിരിക്കും. അപ്പൊ 200 കോടി നിങ്ങൾ താഴെ എനിക്ക് ഇങ്ങനെ എന്തിനു പറയണേ ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. സാബുര് ഒന്ന് റേഡിയോ വിട്ട് പറയോ ഇപ്പൊ റേഡിയോ കയറി കേൾക്കില്ല. സാബുര് ഒന്ന് റേഡിയോ വിട്ട് പറ ഇപ്പൊ റേഡിയോ കയറി കേൾക്കൂല. ഒന്ന് റേഡിയോ വിട്ട് സംസാരിക്കോ? ഫസ്റ്റ് ആർക്കാ അപ്പൊ ഞാന് ഇവിടെ ഈ ഇവന്റ് അവസാനിപ്പിക്കുകയാണ്. വല്ലാണ്ട് ഞാൻ ഓൾറെഡി ടയേർഡാണ്. എന്തായാലും ഞാൻ പറയാണ് ഇത് ഈ ഇവന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ആരാണ് സംസാരിക്കുന്നത്? ഇവിടെ എല്ലാം ക്ലിയർ ആണ്.
എടാ അതായത് എടാ ഇവന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ഇവന്റ് ആയിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഓക്കെ. ഒരുമാതിരി ടയർഡായിട്ടിരിക്കണോണ്ടാണ് സാബുഗുരു നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവോയ്ഡ് ചെയ്യണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ പറഞ്ഞു ചന്ദ്ര എന്റെ ഫ്രീ 15 കോടി ഒന്ന് മേടിക്കണേ. ചന്ദ്ര എന്റെ ഫ്രീ 15 കോടി ഒന്ന് മേടിക്കണേ. ഞാൻ എന്റെ 15 ഫ്രീ 15 കോടി ഫ്രീ ചന്ദ്ര ഇങ്ങോട്ടോ ചന്ദ്ര ഇങ്ങോട്ടോ കാശ് കിട്ടായ അതുപോലെ ചന്ദ്ര ഇങ്ങോട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാന് നമുക്ക് വെറുതെ 15 CR ആണല്ലേ കിട്ടുന്നേ. നിനക്ക് ലിസ്റ്റില്ല ആ കാശ് ഞാൻ എടുക്കും. ഞാന് അത് തരാം കാശ് കൊടുത്തിട്ടുണ്ട്. ഡയലോഗ് നോക്കി കളി. എന്താ പറഞ്ഞ അങ്ങനെ എന്താ പറഞ്ഞ മറ്റേ ലയൺ സിനിമേനെ പോലെ ഞാൻ ഇത് 5 ലക്ഷം ഇന്ത്യ വിഷനെ ഏൽപ്പിക്കുന്നു. അതുപോലൊക്കെയാണ് പറഞ്ഞത്. കുടുംബത്തിന് വേണ്ടി എന്തോ കൊടുത്തു പൈസ. കുടുംബത്തിന് ₹1 തന്നിന് അയാള്. വിളിക്കൂ. എന്താ അപ്പൊ ഗൈസ് നമ്മുടെ 2026 മെഗാ ഇവന്റ് സ്പോൺസേർഡ് ബൈ നമ്മുടെ സബ്ഗുരു വലിയൊരു വിജയമാക്കി തന്ന ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഒരു ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പേഷ്യൻസും എല്ലാം ഈ ഒരു ഇവന്റിന്റെ വിജയത്തിന് വളരെയധികം ഇതിനകത്ത് XMD അതേപോലെ തന്നെ നന്ദി പറയാണ്. ഞാൻ ഇരുന്ന് പുഴുത്തട എത്ര മണിക്കൂർ ഒരു ഇവന്റ്. ഞാൻ യൂട്യൂബിൽ 1 മണിക്കൂർ, കിക്കിൽ 1 മണിക്കൂർ, ഇതിൽ 1 മണിക്കൂർ, 4 മണിക്കൂർ. സംസാരിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്താൽ മതി. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരാണ്. ഒരുപാട് സന്തോഷം. പെട്ടെന്ന് തീർക്കും. 4 മണി ഉറങ്ങണം. 1 മിനിറ്റ് ഇത് നമ്മളെ എക്സ്ലർ കോർഡിനടുത്ത് ഒന്ന് സംസാരിക്കാണ്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് ഇപ്പൊ അനൗൺസ് ആക്കേ. പെട്ടെന്ന് നോക്ക് ബ്രോ. ലേറ്റ് ചെയ്തോ. 1 മിനിറ്റ് അവരെ വിളിച്ചിരിക്കും. 1 മിനിറ്റ്. എടാ എക്സ്കോഡ് ഇപ്പൊ വന്ന് എക്സ്കോഡ് നേരിട്ട് വരാത്ത പേരിൽ നോട്ട് വെച്ച് അവരെ പണിച്ച് നമ്മളെ തരാൻ പറഞ്ഞു മാച്ചു. പേര് വിളിക്കുമല്ലോ. ഏട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ടോപ്പ് 7 പേരേ ഉള്ളൂ. അതിൽ 6 ആൾക്കാർ. ഒരെണ്ണത് മിസ്റ്റർ പാൽക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൂടാതെ ടോപ്പ് 7 പേരെ അല്ല 15 പേര് 15 ആ ലാസ്റ്റ് 15 പേര്. അത് കഴിഞ്ഞുള്ള 15 പേർക്ക് 20 കോടി വെച്ചും ഉണ്ട്. മനസ്സിലായില്ലേ? ലാസ്റ്റിൽ 5 പേർക്ക് 200 കോടി. കൺഗ്രാറ്റുലേഷൻസ് മാൻ. ഹലോ ചന്ദ്ര കിട്ടിയേ കാശ് കിട്ടിയേ. നാളെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് വെച്ച് കാണാം. നാളെ വിളിക്കാം.